ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടലി ഇവിടെ അതായത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വ്യക്തി ഒരു കാര്യം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ ആരും അറിയാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ആരും അറിയാതെ നൈസായിട്ട്, അതായത് നൈസായിട്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ കൂടെ നിൽക്കുന്നവർ പോലും പുള്ളി എന്താണ് ചിന്തിക്കുന്നതെന്നോ പുള്ളി എന്താണ് അടുത്തത് പ്രവർത്തിക്കാൻ പോകുന്നതെന്നോ ഒരു പിടുത്തം കിട്ടാതെ നൈസായിട്ട് എല്ലാ കാര്യങ്ങളും രഹസ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിൽ കൂടി കൊണ്ടു നടക്കുന്ന ഒരാള്. അതിപ്പോ നമ്മൾ ചെസ്സൊക്കെ കളിക്കുമ്പോ എന്ത് എവിടെ വെക്കണം, എന്ത് സാധനം എപ്പോ എങ്ങനെ നീക്കം നടത്തണം, അങ്ങനെയുള്ള ഗെയിം പരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ ലൈഫിൽ കളിക്കാൻ അറിയാവുന്ന വ്യക്തി. അതായത് ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം പുറത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മനുഷ്യൻ അറിയുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ അത് നിങ്ങളെ കുറ്റപ്പെടുത്തുള്ളൂ. ഈ വ്യക്തി അതായത് പഴുതുകളെല്ലാം അടച്ചുള്ള രീതിയിലേ സംസാരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പകൽമാന്യനായിട്ടുള്ള രീതിയിലേ സംസാരിക്കുള്ളൂ. അവിടെയും ഇപ്പൊ റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ നാട്ടുകാരായിക്കോട്ടെ പുറമേ ഉള്ളവരായിക്കോട്ടെ ചിലപ്പോൾ അത് നിങ്ങളുടെ കുറ്റമായിട്ട് കണക്കാക്കും. ഇയാള് നല്ല രീതിക്ക് പണിക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് പല കാര്യങ്ങളും ലൈഫിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, നിങ്ങളുടെ കുറ്റം കൊണ്ടായിരിക്കും ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും ഉണ്ടായതെന്നൊക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ കേൾക്കുന്നുണ്ടാവും, നിങ്ങളെ കേൾപ്പിക്കാതെയുമായിരിക്കാം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ വ്യക്തി പല കാര്യങ്ങളും, അതായത് പുള്ളി പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെക്കും ആ ഒരു വഴിയിൽ കൂടി പോകാൻ. അതായത് രഹസ്യപരമായിട്ടുള്ളത്, ഇത് ബിസിനസ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഒരു 2 കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത് ആ പുള്ളി വിചാരിക്കുന്ന ആ ഒരു വഴിയിൽ അതൊരു തടസ്സം ആയിട്ട് നിൽക്കാൻ ആരെയും സമ്മതിക്കേയില്ല. ആ തടസ്സങ്ങളൊക്കെ നീക്കിക്കൊണ്ട് പുള്ളി അങ്ങോട്ട് പോകും. അതിൻ്റെ അകത്ത് ആ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു തടസ്സം അത് പുള്ളിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ പുള്ളി സ്നേഹിച്ച വ്യക്തികളുടെ കണ്ണുനീരാണോ, ബുദ്ധിമുട്ടുകളാണോ, മക്കളാണോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് ചില സമയങ്ങളിൽ ഓർക്കാതെയാണ് ആ വഴിയിൽ കൂടി അങ്ങോട്ട് സഞ്ചരിക്കുന്നത്. എന്നിട്ട് ആ ഒരു കാര്യങ്ങള് ടോട്ടലി അങ്ങോട്ട് എന്താ പറയാ മണിച്ചിത്രത്താഴിട്ട് പൂട്ടുമെന്നൊക്കെ പറയണ പോലെ അങ്ങോട്ട് ഇട്ട് പൂട്ടും. വിജയത്തിന് വേണ്ടി, അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിയുടേതായിട്ടുള്ള ഒരു പല കാര്യങ്ങളും, അതായത് ഒരു വിക്ടറി കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിപാടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതായത് ചില ആളുകൾ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോ തോന്നും അപ്പുറത്തിരിക്കണമെന്ന്, അപ്പൊ അപ്പുറത്തിരിക്കുമ്പോ തോന്നും ഇപ്പുറത്തിരിക്കണമെന്ന്, അങ്ങനെയൊക്കെയുള്ള, അതായത് ഇവിടെ നിൽക്കുമ്പോ അക്കരപ്പച്ച, അക്കരെ നിൽക്കുമ്പോ ഇക്കരപ്പച്ച, അങ്ങനെയൊക്കെയുള്ള ടോട്ടലി ഉള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കാര്യത്തിലുണ്ട്. അത് ഇപ്പോഴും നടക്കുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങളുടെ വ്യക്തിക്ക് എന്താ പറയാ മറ്റുള്ളവരെ ഉപദേശിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും കേൾവിക്കാരനായിട്ടിരിക്കാനും കേൾവിക്കാരിയായിട്ടിരിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മാറ്റിയെടുക്കാനൊക്കെ കഴിവുള്ളതാണ്. പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള
ആളുകൾക്ക് മൂല്യം കൊടുക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു ജീവിതത്തിൽ. മറ്റുള്ള കാര്യങ്ങൾ, സിറ്റുവേഷൻ ആകാം, ജോലിപരമായിട്ടുള്ള കാര്യങ്ങളാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിനായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഉം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിന്ന് ഈ പറയുന്ന പോലെ ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വ്യക്തി ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ആള് ചെയ്യേണ്ടതായിരിക്കാം. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കാം. ആ ഒരു കാര്യങ്ങളൊക്കെ ഈ കൂടിയിരിക്കുന്ന ആളുകള് ഊറ്റിയെടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാന്തി മാന്തി എടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും അതൊരു അറിവ് വന്നിട്ടില്ല. എൻ്റെ അടുത്തുനിന്ന് പല കാര്യങ്ങളും പോകുന്നുണ്ടോ? ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാൻ ഞാൻ ഒരു തെറ്റായിട്ടുള്ള ഒരു പരിപാടിയിലാണോ ഇപ്പൊ നിൽക്കുന്നത്? ആ ഒരു അറിവ് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടില്ല. ചിലപ്പോ ഇത് നിങ്ങളുടെ അതായത് ചിലപ്പോ കാണുന്നവർക്ക് മക്കളുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വ്യക്തിക്ക് മക്കളുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടർക്കും മക്കളുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രണയം മനസ്സിൽ സൂക്ഷിച്ച് ഒരു വീട് വെക്കണം, മക്കളുണ്ടാകണം, നല്ല രീതിക്ക് ജീവിക്കണം എന്ന് നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ സ്വപ്നം കണ്ട ആളായിരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുന്ന ആളുകളുടെ ഒരു ബുദ്ധിമുട്ട്, അതായത് കൂടെ നിൽക്കുന്ന ആളുകള് ഇപ്പൊ അത് തേർഡ് പാർട്ടി റിലേഷൻ ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ വ്യക്തിനെ ഒരു ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രവൃത്തി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിനെ ടോട്ടലി എന്താ പറയാ ഒരു നീചപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് കൊണ്ടുപോകുന്നതൊന്നും അറിയുന്നില്ല. അല്ലെങ്കിൽ ഇവരുടെ ഒരു ബ്ലാക്ക് മാജിക് കാര്യങ്ങൾ കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഒന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ആരാണോ, കൂടെ ഇപ്പൊ എവിടെയാണോ പോയി പെട്ടിരിക്കുന്നത്, അവരുടെ ചിന്തകളാണ്, അവരുടെ പ്രവൃത്തികളും ചിന്തകളുമാണ് നിങ്ങളുടെ വ്യക്തിയുടെ വായിൽ കൂടി വരുന്ന വർത്തമാനങ്ങൾ അല്ലെങ്കിൽ സംസാരങ്ങൾ. അവരുടെ കാര്യങ്ങൾ, അവര് പറയുന്ന പ്രവൃത്തികളും കാണിക്കുന്ന ഓരോ പരിപാടികളും ആണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും ഓരോ സംസാരങ്ങളും ഓരോ ചലനങ്ങളും. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ വ്യക്തിനെ അനങ്ങാൻ വിടാത്ത ഒരു കാര്യം, അവരുടെ ചിന്തകൾ അവരുടേതായിട്ടുള്ള, അതിപ്പോ തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെ വായിൽ കൂടി വരുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ വ്യക്തിയുടെ ചലനങ്ങളിൽ കൂടി കയ്യിൽ കൂടിയൊക്കെ വരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക്, നിങ്ങളുടെ വ്യക്തിക്ക് ജീവിതം ഒരു തോൽവി എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് സമ്മതിക്കാൻ പറ്റത്തില്ല. അതായത് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻ അനുഭവിക്കുകയാണ്, വിഷമം അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിലും ഇവര് തെരഞ്ഞെടുത്ത ഒരു കാര്യത്തിനെ, ഇവര് സെലക്ട് ചെയ്ത ഒരു കാര്യത്തിനെ ഇവര് എന്താ പറയാ അത് തെറ്റാണെന്ന് അംഗീകരിക്കത്തില്ല. ഇല്ല, എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഏറ്റെടുത്ത എല്ലാ കാര്യവും വിജയമുള്ളതാണ്. ഞാൻ ഏറ്റെടുത്ത എല്ലാ കാര്യവും ഞാൻ വിജയ കോമളനാണ്, വിജയ കോമളിയാണ്, കോമളവല്ലിയാണെന്നൊക്കെ തീർക്കുന്ന, അതായത് ഈ ആളെ കൊണ്ട് സംസാരിച്ച് പെട്ടെന്ന് ജയിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു കാര്യം. പറഞ്ഞു വരുമ്പോ വാദി പ്രതിയായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സംസാരമാണ് നിങ്ങളും നിങ്ങളുടെ ഈ വ്യക്തിയും കൂടി ചേർന്നാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഇവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഇവർക്ക് ഹാപ്പിനെസ്സേ തരൂ. ഇവരുടെ തീരുമാനത്തിൽ കൂടി മറ്റുള്ളവരും പോയാൽ നിങ്ങൾക്കും ഒക്കെ ഇന്നാ പിടിച്ചോ ഇത്തിരി ഹാപ്പിനെസ്, ഇന്നാ അവിടെ പിടിച്ചോ ഇത്തിരി ഹാപ്പിനെസ്, ഇന്നാ ഞങ്ങള് പകുതി തരാം. പക്ഷെ ഞാൻ പറയുന്ന പോലെ ചെയ്യണം, എന്റെ തീരുമാനങ്ങളാണ് വലുത് എന്ന് എന്റെ അല്ല നിങ്ങളുടെ പേഴ്സൺ പറയുന്നതാണ് കേട്ടോ എന്ന് മച്ചമ്പി വാശി പിടിക്കും. അതാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് ഇപ്പൊ ഒരു ആഗ്രഹത്തിന് ആ ആഗ്രഹം നിറവേറ്റണം. ആ ആഗ്രഹം നിറവേറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് ആരെക്കൊണ്ടാണ് നിറവേറ്റുന്നത്? അല്ലെങ്കിൽ ഞാൻ പണ്ട് എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത് എന്നൊന്നും ചില സമയത്ത് കൽപ്പിക്കില്ല. അല്ലെങ്കിൽ ചില സമയത്ത് ആ ഒരു മൂല്യം ഉണ്ടായിരുന്നവർക്ക് കൊടുക്കാതെ ഉള്ള ഒരു സിറ്റുവേഷനിലൊക്കെ കൂടി പോയ ആളാണ് നിങ്ങളുടെ ഈ പേഴ്സൺ. ഉം. അപ്പോഴങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവര് അതായത് ഇപ്പൊ മറ്റുള്ളവരെ പറഞ്ഞുള്ള തർക്കങ്ങള്, വഴക്കുകള്, പ്രശ്നങ്ങള്, ഇപ്പൊ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോ നിങ്ങളുടെ ആളെന്ന് പറയുന്നത് ഫുള്ളായിട്ട് അവര് തന്നെ അവർക്കൊരു സ്ഥാനം ഈ ലോകത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്തിന്റെ തൊട്ടൊരു താഴെ ഇങ്ങനെ വരാൻ തയ്യാറല്ല. അവരാ ഒരു സ്ഥാനത്ത് ചെങ്കോലും കിരീടവും ഇരിക്കുന്ന രാജാക്കന്മാരെ അല്ലെങ്കിൽ രാജ്ഞിമാരെ പോലെ ആ ഒരു ഇതിൽ തന്നെ ഇരിക്കുകയുള്ളൂ. അവരാ സ്ഥാനം വിട്ട് പോരില്ല. അപ്പൊ ആ സ്ഥാനത്തിന് മുറിവേക്കുന്ന എന്തെങ്കിലും പരിപാടികൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കില്ല. ഇപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ നെഗറ്റീവും പോസിറ്റീവും വരും. നമ്മളെല്ലാവരും അത് അനുഭവിക്കും. പക്ഷെ ഈ ഒരു നെഗറ്റീവ് എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കൊണ്ടല്ല ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണ്, മറ്റുള്ളവരെ കൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് എന്നൊക്കെ പറഞ്ഞു കേൾക്കാനാണ് താല്പര്യം. അല്ലെങ്കിൽ എന്റെ സാഹചര്യം അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സാഹചര്യം ഒക്കെ ഉണ്ടാവുമോ എന്ന് നിങ്ങളുടെ ആള് പറയുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. മറ്റുള്ളവരോടൊക്കെ എന്താ പറയുക, സ്പൈ ചെയ്യുക, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ബന്ധത്തിലുള്ള ആളുകളോടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളോ സ്പൈ ചെയ്യുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വ്യക്തിയുടെ കൂടെ ആരാണോ കൂടിയിരിക്കുന്നത് അവര് നിങ്ങളുടെ വ്യക്തിനെ ടോട്ടലി സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി എന്താണ് കാണിക്കുന്നത്, ആരോട് സംസാരിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, സാമ്പത്തിക ഇടപാടുകൾ ആരോടൊക്കെ നടത്തുന്നു, ആരെയൊക്കെ സഹായിക്കുന്നുണ്ട്, എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് ടോട്ടലി ഈ വ്യക്തിയുടെ കൂടെ കൂടിയിരിക്കുന്ന ആൾക്ക് ഇവരുടെ അതായത് ഒരു കൺട്രോള് ഒരു കൺട്രോൾ എന്ന് പറയില്ലേ, ആ ഒരു കൺട്രോള് വേറൊരാളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സംശയം, അതായത് ഈ കൂടെ കൂടിയിരിക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്താ ചില ആളുകൾക്ക് ചില ആളുകളോടുള്ള ചില ജീവിതങ്ങൾ കാണുമ്പോൾ അസൂയ, കുശുമ്പ്, കുന്നായ്മയൊക്കെ തോന്നും. എന്ത് കാര്യത്തിനാണെന്നാവും. മറ്റുള്ളവർ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ അവരത് ജീവിതം കണ്ട് നമ്മളൊക്കെ അത് എന്താ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞൊരു പുഞ്ചിരിയില്ലേ, അതല്ലേ നമ്മുടെ മുഖത്ത് വരുള്ളൂ. ഇത് അസൂയയും കുശുമ്പും വഴക്കും ഒക്കെ ഉള്ള ഇതൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് ടീം ഇതിൻ്റെ അകത്തുണ്ട്, ഈ തേർഡ് പാർട്ടി. ഈ തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ നിങ്ങളോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നതിൽ എന്തെങ്കിലും അസൂയ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകാം. അതും അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും നിറവേറ്റാൻ വേണ്ടി അടുത്തുകൂടിയ ഒരു തേർഡ് പാർട്ടി. അങ്ങനെയുള്ള കാര്യമാണ്. കാരണം ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണ് ടോട്ടൽ കൺഫ്യൂഷനാണ്. ഞാൻ നേരത്തെ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ നടക്കുന്നത്. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാം എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അതുകൂടെ എൻ്റെ കൂടെ നിന്ന് പല കാര്യങ്ങളും ചെയ്തു തരാം, പല കാര്യങ്ങളും നിറവേറ്റി തരാം. അതായത് നിങ്ങളുടെ പേഴ്സൺ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിന്നാമിനിങ്ങിന്റെ പുറകെ പോയെന്ന് വേണേൽ പറയാം. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇടുന്ന എഫേർട്ട് എന്താണോ അതിന്റെ 10 ഇരട്ടി എഫേർട്ട് മറ്റുള്ളവർ നിങ്ങളുടെ പേഴ്സൺ ഇട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ഡിസപ്പോയിൻമെന്റ്, നിരാശ, അങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഞാൻ വേറൊരു സ്ഥലത്ത് ക്യൂൻ, എംപറർ അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നിട്ട് ഇപ്പൊ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ മറ്റുള്ളവർ തീരുമാനിക്കുന്നു, ഞാൻ ഇങ്ങനെ നിൽക്കേണ്ടതാണോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ തല്ല്, വഴക്ക്, പ്രശ്നങ്ങൾ, വാക്കുതർക്കങ്ങൾ എല്ലാം ഉണ്ടാവും. കാരണം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ ഒരു സ്റ്റക്നെസ് ആയിട്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ പേഴ്സണ് ഈ തേർഡ് പാർട്ടി പല സ്ഥലങ്ങളിലും പോയി പാറിപ്പറന്ന് നടന്ന് അവരുടെ കാര്യങ്ങളൊക്കെ കണ്ട് ലല്ലല്ല പാടിയൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഉണ്ടാവണം. നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും അവർക്ക് വിഷമം വരുമ്പോൾ ആശ്വസിപ്പിക്കാനും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് സാമ്പത്തിക ഇടപാടുകളാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നിറവേറ്റി കൊടുക്കാനും പറ്റുന്ന ഒരാളായി കൂടെ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന തേർഡ് പാർട്ടിയാണ്. അപ്പോൾ
എന്താ പറയുക ഇതിനൊക്കെ. ഓക്കെ, ജീവിതത്തിൽ എത്ര നിരാശ വന്നാലും എത്ര വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത ഒരവസ്ഥ ഏറ്റെടുക്കേണ്ടി വന്നാലും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതാണ്, എനിക്ക് ഒരുപാട് കഴിവുണ്ട്, എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ കാണാൻ കോമളനാണ്, ഞാൻ കോമളയാണ്, ഞാൻ സുന്ദരി സുന്ദരന്മാരാണ്, ഞാൻ ജോലിയിൽ നല്ല താല്പര്യം, അല്ലെങ്കിൽ ജോലിപരമായിട്ട് ഞാൻ വളരെ സക്സസ് ആണ്, അല്ലെങ്കിൽ സ്വഭാവം ഇപ്പൊ ഒന്നിലും ഒരു പരിപാടിയിലും കരകയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു എന്താ പറയാ സോപ്പിട്ട് പതപ്പിച്ചുള്ള സംസാരത്തിൽ മറ്റുള്ളവരെ വീഴ്ത്താം എന്നുള്ള ഒരു ഇത്, അതായത് ആരെയും ആകർഷിക്കുന്ന രീതിയിൽ സംസാരിച്ച് വശത്താക്കാം എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കറിയോന്ന് എനിക്കറിയില്ല. എനിക്ക് ഇതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് ചോയ്സ് എനിക്ക് കിട്ടും. ഈ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്, എനിക്ക് ഒരുപാട് ചോയ്സ് കിട്ടുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെയാണ് അച്ചമ്പി വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് ആളുകളുടെ പേഴ്സൺസ് എന്ന് പറയുന്നത് അന്യഭാഷയാണോ, അന്യദേശം, അന്യഭാഷ, അപ്പൊ മലയാളമൊക്കെ വിട്ടുപോയി. നീ എൻ പുന്നകൈ മന്നൻ. തമിഴാണോ? തമിഴും അല്ല, തമിഴൊക്കെ ഇത്തിരിയല്ലോ, കുറച്ചൊന്ന് വേറെ അന്യഭാഷ, അന്യ സംസ്ഥാനങ്ങളിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നോ രാജ്യത്തിൽ നിന്നോ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, കുറച്ച് പരിപാടികൾ. അതായത് ടോട്ടലി ഒരു ജീവിതത്തിലെ ഒരു കെട്ടിപ്പടുക്കുന്ന പല കാര്യങ്ങളും, അതായത് നമ്മൾ സന്തോഷത്തിന് നമ്മൾ മറ്റുള്ളവർക്ക് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ കെട്ടിപ്പടുക്കുന്നതിൻ്റെ അകത്ത് ഒരു താമ്പാതി ദൈവം പാതി എന്നുള്ള ഒരു കാര്യം വരും. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ കണ്ണീര് കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും അത് കുറച്ച് ഇടിഞ്ഞു വീഴും. കുറച്ചല്ല, പലതും പല സൈഡുകളും ഇടിഞ്ഞു വീഴും. ടോട്ടലി ചിലപ്പോൾ എല്ലാം ഇടിഞ്ഞു വീഴും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ആഗ്രഹങ്ങൾക്കൊത്തുള്ള പരിപാടികൾ ചെയ്യാനോ പല ബുദ്ധിമുട്ടുകളിലോട്ടോ പല കാര്യങ്ങൾ, അതായത് എല്ലാം അവര് വരച്ച വരയിൽ പല പരിപാടികളും നടക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ആളാണ് നിങ്ങളുടെ ആള്. അപ്പൊ അതുവഴി പരിപാടികളൊന്നും വേണ്ട രീതിയിൽ അങ്ങോട്ട് പോകുന്നില്ല, വേണ്ട രീതിയിൽ അങ്ങോട്ട് നടക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എന്താണ് ഈ തടസ്സങ്ങൾക്ക് കാരണം, ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടത്, എനിക്ക് എന്ത് കാര്യം ചെയ്താലാണ് എൻ്റെ ലൈഫ് വളരെയധികം സന്തോഷവും സമാധാനവും വളരെയധികം ലക്ഷറി ആയിട്ടൊക്കെ എനിക്ക്, ആഡംബരമായിട്ടൊക്കെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കാരണം അതായത് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക്, അത് ആരെ ഇതാക്കിയിട്ടാണെങ്കിലും നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്തോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അതിത്തിരി ചില ആളുകൾ അങ്ങനെയാണ്. അല്ലാതെ ഇത് നമ്മളിപ്പോ ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്ത് കാർഡ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് സോപ്പ് ഇട്ട് കോട്ട് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഷുഗർ കോട്ടിട്ട് സംസാരിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര സംസാരങ്ങൾ സംസാരിച്ചിട്ടോ കാര്യമില്ല. അപ്പൊ എന്താണോ കാണുന്നത് അത് മാത്രം. ഇപ്പൊ പേഴ്സണൽ റീഡിങ്ങിൽ വന്നാലും ജനറൽ റീഡിങ്ങിലാണെങ്കിലും എന്ത് കാര്യത്തിനും എൻ്റെ വായിൽ നിന്ന് അതേ വരുള്ളൂ. അങ്ങനെയല്ലേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഷുഗർ ഇല്ലായിട്ട് ഇത്തിരി പഞ്ചസാര സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാ? ചിലപ്പോൾ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നെക്കൊണ്ട് ഓപ്പൺ ആയിട്ട് പറയാനേ സാധിക്കുള്ളൂ. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല, നിങ്ങൾക്ക് കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.